ഫാമിലി ലോ വൺ ഓഫ് ദി ഏരിയ ആണ്. ഈ ഫാമിലി ലോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം ഡിസ്പ്യൂട്ട്സ് ആണെന്നാണ് അല്ലേ? സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഡിസ്പ്യൂട്ട്സ്. എപ്പോഴും നമുക്ക് ഡിസ്പ്യൂട്ട്സ് അല്ല. നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. ഇപ്പം സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പല പല മീഡിയേഷൻ, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഫാമിലീസ് ഉണ്ടോ അവിടെയൊക്കെ നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഫാമിലിയിലെ വൺ ഓഫ് ദ ഏരിയ ആണ് ഇവിടെ FCL ഗ്ലോബൽ നോക്കുന്നത്. ഓസ്ട്രേലിയയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം യു ആർ റൈറ്റ്, ഓസ്ട്രേലിയയിൽ കുറച്ചും കൂടി നമുക്ക് ഒരു ഫാമിലി കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് അത്രയും ഇല്ല. പക്ഷേ അത്രയും ഇല്ലാത്ത സ്ഥലത്താണ് ആൾക്കാർക്ക് പുറത്ത് പറയാനുള്ളൊരു ബുദ്ധിമുട്ടും ഉള്ളത് അല്ലേ? നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം ഒരു വളരെ കോൺഫിഡൻഷ്യലായിട്ടും സൊസൈറ്റിയെ ബാധിക്കാത്ത രീതിയിലും എങ്ങനെ ഹൗ വി ക്യാൻ സെർവ് അവർ ക്ലയൻസ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യും. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലോ ഫേമാണ്. ദിസ് ഈസ് അണ്ടർ ഫ്ലൈ വേൾഡ് ആൻഡ് ഓസ്ട്രേലിയയിൽ നമ്മൾ ഒരുപാട് ഏരിയാസ് ഓഫ് ലോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി ഇൻ ഫാമിലി ലോ, കൊമേഴ്ഷ്യൽ ലോ, പ്രോപ്പർട്ടി ലോ, അങ്ങനെ പല പല ഏരിയാസിൽ FCL വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫേമാണ് ഓസ്ട്രേലിയയിൽ. അപ്പോഴാണ് നമുക്ക് UAE ഒരുപാട് പ്രവാസികൾക്ക് ലീഗലായിട്ടുള്ള നീഡ്സ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ബാൻ, ചെക്ക് കേസസ്, പിന്നെ ഫാമിലി ലോ വരുന്ന അല്ല, പിന്നെ എംപ്ലോയ്മെൻറ്റ് ലോ, ലേബർ ലോ എന്ന് പറഞ്ഞ ഒരു വളരെയധികം നമ്മുടെ പ്രവാസികൾക്ക് പ്രശ്നങ്ങൾ വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയകളിലൊക്കെ നമുക്ക് എങ്ങനെ ഇവരെ സഹായിക്കാം എന്നുള്ളൊരു ഒരു തിങ്കിങ്ങിൽ നിന്നാണ് നമ്മൾ ഈ FCL ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈവേർഡിൻ്റെ തന്നെ ബ്രാഞ്ചായിട്ടുള്ള FCL ലോയേഴ്സ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. Thank you all for your leadership and commitment to making this vision a reality. This activity coming here, the great support is given by the media. So this വർഷത്തിലേറെ ആയിക്കൊണ്ട് എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ എല്ലാ സംശയങ്ങൾക്കും സപ്പോർട്ടുമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്ലൈവേർഡ് എന്നുള്ള ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ ലീഗലായിക്കൊണ്ടുള്ള ചലഞ്ചസിന് ഫേസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അഫോർഡബിൾ ആൻഡ് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് FCL എന്നുള്ള ഒരു ബ്രാൻഡ് കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും പ്രവാസികളായിട്ടുള്ള നമുക്കെല്ലാം തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പോയിന്റാണ് ഫ്ലൈവെലിനെ സംബന്ധിച്ച്. ഈ ട്രാൻസിറ്റിൽ നിന്ന് ഞങ്ങൾ ഇനി മുമ്പോട്ട് പോകുന്നത് UK യിലേക്കാണ്. ഇനി ഒരു 6 മാസത്തിന് ശേഷം ഞങ്ങൾ FCL UK ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അവിടുത്തെ ലോ അനുസരിച്ച് എക്സാമിനേഷൻ പാസ്സായാൽ മതിയാവും. ഇപ്പോൾ നോർമലി ഇവിടെ GCC കൺട്രീസിലുള്ള നേഴ്സസ് ഒക്കെ പോയി ചെയ്തുകൊണ്ടിരുന്നത് ഓസ്ട്രേലിയയിൽ ഒരു മാസത്തെ ലീവിന്, അവരുടെ ആനുവൽ ലീവിന് ഒരു മാസത്തെ പോയി അവിടെ താമസിച്ച് അവിടെ ട്രെയിനിങ് എടുക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ GCCയിൽ ആകെ ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഓസ്കി ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്നത് ഫ്ലൈവേൾഡ് അക്കാഡമിയുടെയാണ്. നമുക്കിവിടെ കുട്ടിമാൻ ബിസിനസ് ടവറിൽ ഞങ്ങളുടെ 8ാമത്തെ ഫ്ലോറിലാണ് പ്രവർത്തിക്കുന്നത്. ഓസ്കിയുടെ പ്രൊഫസറായിരിക്കുന്ന ബെറ്റി മാഡം നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്.